ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചീൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടേ. വെക്കേഷൻ അല്ല, 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. താറാവിന് കുറച്ച് മീൻ പിടിക്കാം കേട്ടോ. നമ്മൾ താറാവിന് അന്ന് കുറേ കൊണ്ടുപോയിട്ടിരുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ. അപ്പോൾ അവർക്ക് കുറച്ച് മീൻ പിടിച്ച് കൊടുക്കാം കേട്ടോ. അവർ പുഴയ്ക്കൊന്നും പോവാത്തതാണ്. അപ്പോൾ ഒന്ന് വീശുവല എടുത്തിട്ടുണ്ട്. വീശുവല ഉണ്ട് കയ്യിൽ. അപ്പോൾ 2 വീശി നോക്കാം. നട്ടുച്ചയാണ് സമയം, ചിലപ്പോൾ മീൻ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലും കിട്ടുന്ന ഉറപ്പുണ്ട്. കവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ മീൻ പിടിക്കാം, പോയാലോ? അപ്പോൾ നമ്മൾ വലയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായിട്ടോ. പണ്ടൊരു വീഡിയോ ഇട്ടിട്ടോ വല വീശാൻ പോയത്, അത് ഫുൾ ഫ്ലോപ്പ് ചെയ്യുന്നത് വേറെ കാര്യം. ഇപ്പോൾ ഒരുപാട് കാലമായി. അപ്പോൾ ഒന്ന് ശരിയാക്കട്ടോ, വല വീശുന്നതിന് മുന്നേ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം വീശാൻ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ വീശിൽ വീശുകയാണ്. ആദ്യത്തെ വീശിൽ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഉൾക്കൊണ്ട് വരാൻ പറ്റിയില്ല. അതൊക്കെ ഇച്ച 2 മീനുണ്ടേ. മീൻ കണ്ടായി രണ്ടും ചത്തു കേട്ടോ. അപ്പോഴേ നമുക്ക് ചെറിയൊരു മീൻ കിട്ടിട്ടോ. ഒരാരലിൻ്റെ കുട്ടിയാണ്. നമുക്ക് എടുക്കാം. വലയിൽ കുടുങ്ങിയിട്ടത് എടുക്കാം നമുക്ക്. ചെറിയ കുട്ടിയാണ്. കണ്ട പാമ്പിനെ പോലെ തോന്നെങ്കിലും മീനിനെ ഇട്ടത്. ചെറിയ ആരലിനെ കുട്ടിയിട്ട് ചത്തുപോയി, വല കുടുങ്ങി പോയാലും കേട്ടോ. ഇതാണ് വല കീറിയാ കുറച്ചാണ്. നമുക്ക് കിട്ടിയ മീനെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് താറാവുകൾ അവിടെ ഉണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുന്നൊരു ഡിഷാട്ടത്. ഫുഡ് മാത്രമല്ല, അവർക്ക് വെള്ളം ഇതിൽ വെച്ച് കൊടുക്കൽ. നമ്മൾ മീൻ അതിൽ തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്തേ. ആദ്യമൊന്നും അങ്ങോട്ട് വന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ എത്തിയേ. ആദ്യം തന്നെ ആൺതാറാവ് നേരത്തെ കിട്ടിയ ആരൽ മീൻ എടുത്ത് കഴിച്ചു കേട്ടോ. ഒറ്റയടിക്ക് അത് വീങ്ങി.
ഇതേ മറ്റേ താറാവും ഇതാ ആവശ്യത്തിന് മീനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ, വളരെ കുറച്ച് മീൻ. ഒന്നാമത് നട്ടുച്ച സമയത്താണ് പുഴയിലോട്ട് പോയത്, രാത്രി അല്ലെങ്കിൽ ഈ വൈകുന്നേരം സമയത്തൊക്കെയാണ് മീൻ കിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ താറാവിൻ്റെ വായിന്ന് ആ മീൻ ചാടുന്നതും കോഴി കൊണ്ടുവന്ന് കണ്ടു കേട്ടോ. ഏതായാലും അവർക്ക് കഴിക്കാനുള്ള കുറച്ച് മീൻ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അവർ ജീവനുള്ള മീനുകളാണ്, അപ്പോൾ പെട്ടെന്നൊന്നും അവർക്ക് കിട്ടില്ല, വെള്ളത്തിലാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നാലെ കൂടിയാലേ ആ ഒരു മീനെ കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല ജീവനുള്ള മീനുകളാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അവർ പിടിക്കുന്നുണ്ട്. പെൺതാറാവ് ദേ ആളെ നോക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞ് നല്ലൊരു കുളിയും കുളിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പോയത്. നമ്മൾ കുളം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. ആ സമയത്ത് തന്നെ അവർക്ക് കുളിക്കാൻ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് കുളമൊക്കെ ആയത്. രണ്ടുപേരും ഇപ്പോൾ ആ കുളത്തിലൊക്കെ പോയി കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരു കുളിയും പാസ്സാക്കിയിട്ടാണ് കേട്ടോ താറാവുകൾ നമ്മുടെ അടുക്കള ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറുന്നത്.